ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 302 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത കല്ലിയോട്ട് സമിതിയാണ്. നമുക്ക് വേണ്ടി വായിക്കാൻ പോകുന്നത് ശ്രീമതി ശില്പ പിന്നെ കാഞ്ഞങ്ങാട് നിന്നാണ്. അപ്പൊ ശില്പ 3 ഓങ്കാരം പറഞ്ഞ് വീഡിയോ ഓൺ ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. സായിരാം. സായിരാം. ഓം ശ്രീ സായിരാം. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നോ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നോ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നോ സർവഃ പ്രചോദയാത്. ഓം ശ്രീ സായിറാം. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാഗ്ദേഹി കോകിലം വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വിലാസനേ സുസ്ഥിതം സുദേ അഗ്രേ വാജയതി പ്രഭജനസുദേ തസ്ത്വം മുനിഭ്യാപരം വ്യാഖ്യാന്തം വരദാദീപൈവ്യതം രാമം ഭജേ ശ്യാമളം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം. ഒന്നുകൂടെ പൊങ്ങിയിരിക്കാമോ? പകുതിയെ കാണുന്നുള്ളൂ, കുറച്ച് പൊങ്ങിയിരിക്കും. ഓക്കെ. തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. രാമകഥാ രസവാഹിനി അധ്യായം 12. രാമന് നിഴലായി സീതയും. അഭിഷേകത്തിന് മുന്നോടിയായി അനശനവ്രതവും നിർനിദ്രാവ്രതവും സീതാരാമന്മാർ എടുത്തിരുന്നു. കൈകേയിയുടെ കൊട്ടാരത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ ആകാംക്ഷയോടെ സീത കാത്തിരുന്നു. പെട്ടെന്ന് രാമൻ അകമ്പടിയൊന്നുമില്ലാതെ നഗ്നപാതനായി നടന്നു വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എന്താണ് അഭിഷേകത്തിന് വേണ്ടി ഒരുക്കങ്ങളൊന്നും ചെയ്യാത്തതെന്ന് സീത ചോദിച്ചു. രാമൻ സീതയെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, 14 വർഷത്തേക്ക് കാട്ടിലേക്ക് പോകണമെന്ന് പിതാവ് കൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ ആജ്ഞ ഉടൻ അനുസരിക്കേണ്ടതുണ്ട്. ധർമ്മമാതാവും നീതിജ്ഞനുമായ ദശരഥ മഹാരാജാവ് പ്രാണസമാനമായ രാമനെ നാടുകടത്തുമെന്ന് സീതക്ക് വിശ്വസിക്കാനായില്ല. അപ്പോൾ കൈകേയി മാതാവിന് കൊടുത്ത വരങ്ങളെ പറ്റിയും അച്ഛന്റെ സത്യം പാലിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും സീതയോട് പറഞ്ഞു. ഇന്നു തന്നെ വനവാസത്തിന് പുറപ്പെടേണ്ടതുണ്ട്. അതിനാൽ യാത്ര ചോദിക്കാനാണ് താൻ വന്നതെന്ന് രാമൻ സീതയെ അറിയിച്ചു. രാജർഷിയായ ജനക മഹാരാജാവിന്റെ പുത്രിയായ സീത ധർമ്മപദത്തിൽ നിന്നും അണുപോലും വ്യതിചലിക്കാത്തവളാണ്. ഭരതൻ രാജാവാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തെ അനുസരിക്കണം. അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് അയോധ്യയിൽ കഴിയണം. എല്ലാ മാതാക്കളെയും ഒരുപോലെ അനുസരിക്കുകയും പ്രസാദിപ്പിക്കുകയും വേണം. ഇപ്രകാരം സീതയുടെ ധർമ്മം എന്താണെന്ന് രാമൻ ഉപദേശിക്കുമ്പോൾ തന്നെ സീത പറയുന്നു, ഭർത്ത ശുശ്രൂഷയാണ് ഭാര്യയുടെ ഏറ്റവും മുഖ്യമായ ധർമ്മം. ഭർത്താവിന്റെ സുഖദുഃഖങ്ങളുടെയും ഭാഗധേയത്തിന്റെയും ഒരു പങ്ക് ഭാര്യ അവകാശപ്പെട്ടതാണ്. ഭാര്യയുടെ രക്ഷാകവചവും
സഹായവും എപ്പോഴും ഭർത്താവ് ആയിരിക്കണം. രാമൻ രാജാവായാലും അല്ലെങ്കിലും തനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള സ്നേഹം അയാളുടെ ധനത്തെയോ പദവിയെയോ ആശ്രയിച്ചായിരിക്കരുത്. ഏതൊക്കെ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടുകയും ഭർത്തൃസേവനത്തിൽ മുഴുകുകയും ചെയ്യുന്നതിൽ പരം സന്തോഷവും സംതൃപ്തിയും ഒരു ഭാര്യയ്ക്കു നേടുവാനായില്ല. ഇക്ഷ്വാകു വംശത്തിന് അതിരറ്റ അപമാനം വരുത്തുന്ന കാര്യമാണ് അങ്ങ് പറയുന്നത്. ഭർത്താവിനെയല്ല, ഭർത്താവിന്റെ മാതാപിതാക്കളെയാണ് സേവിക്കേണ്ടതെന്ന് പറയുന്നത് ഏത് നീതിയാണ്? കൗസല്യ മാതാവിനോട് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതാണ് ധർമ്മം എന്ന് പറഞ്ഞ് അങ്ങ് എന്നോട് മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണ്? എത്രയൊക്കെ വാദിച്ചാലും അങ്ങയെ പിന്തുടരുക എന്ന നിശ്ചയത്തിൽ എന്നും താൻ പിന്മാറുകയില്ല. തന്റെ ജാതകപ്രകാരം ഭർത്താവിനോടൊപ്പം കാട്ടിൽ കഴിയേണ്ടി വരുമെന്ന് താൻ ബാലികയായിരുന്നപ്പോൾ ഒരു സന്യാസിനി പ്രവചിച്ചിട്ടുണ്ട്. ചന്ദ്രൻ എവിടെയാണോ അവിടെയല്ലേ ചന്ദ്രിക ഉണ്ടാകേണ്ടത്. കാട്ടിലെ യാതനാപൂർണമായ ജീവിതത്തെ പറ്റിയും ക്രൂരമൃഗങ്ങൾ, രാക്ഷസന്മാർ തുടങ്ങി അനേകം വെല്ലുവിളികളെ പറ്റി രാമൻ പറഞ്ഞു. താൻ രാമനിൽ നിന്ന് വേർപിരിഞ്ഞാൽ സ്വർഗവും കൂടി തനിക്ക് നരകമായി തീരും. കുലസ്ത്രീക്ക് അവളുടെ ഭർത്താവ് മാത്രമാണ് ശക്തിക്കും ഭാഗ്യത്തിനും ഉറവിടം. അതിനാൽ തന്നെ അയോധ്യയിൽ നിർത്തിയിട്ട് പോകരുതെന്ന് സീത അപേക്ഷിക്കുന്നു. വനയാത്രയ്ക്ക് രാമൻ പറഞ്ഞ വാക്കുകളാണ്. പക്ഷികളെയൊക്കെ കൂട് തുറന്ന് സ്വതന്ത്രരാക്കി. ഗോശാലയിൽ പോയി പശുക്കളെ ദാനം ചെയ്തു. കൊട്ടാരത്തിൽ തൻ്റെതായ എല്ലാ വസ്തുക്കളെയും ദാനം ചെയ്തു. രാമന്റെ ഒപ്പം വനത്തിലേക്ക് പോകാൻ സീത പ്രകടമാക്കിയ അമിതാഹ്ലാദം എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിച്ചു. ജയ് സായിറാം. ശില്പയ്ക്ക് സ്വാമിയുടെ എന്തെങ്കിലും അനുഭവം പറയാനുണ്ടോ? സ്വാമി അടുത്ത് വന്നതും ഒക്കെ പുട്ടപർത്തി പോയിട്ടുള്ളതൊക്കെ പറയാം. അനുഭവം അല്ല പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നുമില്ല. എന്നാലും പക്ഷെ ചില മിറക്കൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിൽ വിഷമിക്കുമ്പം ഞാനിപ്പം ഒരു എന്താ പറയാ, നമുക്കിപ്പോൾ ചില കാര്യങ്ങളെ എല്ലാവരും പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ മനസ്സിലാന്ന് വിചാരിക്കുന്ന സൊല്യൂഷൻ ആയിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞോളൂ. സ്വാമിയെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ സ്വാമിയെ പറ്റി എപ്പോഴാണ്? ബാലവികാസന് ചെറുപ്പത്തില് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടില് ഭജന കുട്ടിക്കാലത്തൊക്കെ ഭജന പാടും ഞായറാഴ്ച ദിവസങ്ങളിൽ. അങ്ങനെ ആ ബാലവികാസിന് പോയിട്ട് പഠിച്ച ആ പാട്ട് സന്ധ്യക്ക് ഇരുന്ന് ജപിക്കും. അങ്ങനെ വിശ്വാസം. പുട്ടപർത്തിയിൽ പോയിട്ടുണ്ടോ? ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആ പുട്ടപർത്തിയിൽ പോയിട്ടുണ്ട്, ഒരിക്കൽ പോയിട്ടുണ്ട് പുട്ടപർത്തിയില്. സ്വാമി ഉള്ളപ്പോഴാ? ആ സ്വാമി ഉള്ളപ്പോഴാണ് പോയത്. കണ്ടിട്ടുണ്ട് അല്ലേ? ഭഗവാനെ ദർശിച്ചിട്ടുണ്ടല്ലേ? ദർശിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. വേറെ അങ്ങനെയല്ല, നമുക്കിപ്പോ എന്ന് പറഞ്ഞാല് ഇതെന്തൊക്കെ പാടാൻ വേണ്ടി ഏൽപ്പിച്ചു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ഇതിനൊരു പ്രിപ്പയർ ആക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചു. ഞാൻ എൻ്റെ ഇത് മാറ്റി കൊടുക്കാൻ വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എന്തോ ഒരു ഭഗവാൻ എവിടുന്നോ എന്തോ ഒരു ശക്തി തന്നു. അത് എനിക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഏതായാലും അങ്ങനത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ
ഭഗവാൻ അങ്ങനെ മനസ്സിൽ ഏതോ ഒരു അദൃശ്യ ശക്തി വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇതും നല്ല എനിക്ക് നല്ല അങ്ങനെ തന്നെയാണ്. കാര്യല്ലേ, അത് ഭഗവാനോടുള്ള ഭക്തി മനസ്സിലുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അല്ലേ. നല്ല ആ കാര്യം. സായിരാം. അപ്പൊ നമുക്ക് ഭഗവാന്റെ ഇതിലേക്ക് പോവാം അല്ലേ. ഓക്കെ. സായിരാം. സംഗീത ഭഗവാന്റെ വെച്ചോളൂ. హనుమంతుడు ఎట్టివాడో మీకు తెలుసునా? You know what sort of a person is Hanuman? హనుమంతుడు శాంతుడు, గుణవంతుడు, బలవంతుడు. హనుమంతుడు Hanuman is one of peace, he is one of character, he is one of physical strength. మంచి బలవంతుడు. He is very strong physically. అతను అశోకవనములో చేరాడు. He went there to Ashoka. సీతాన్వేషం నిమిత్తమై అనేక విధమైన పవిత్రమైన కర్మలు ఆచరించాడు. He made various attempts to search Sita. కానీ లంకలో ఉన్న రాక్షసులు ఈనాడు ఈ కోతి ముఖం చూచి ఎరుగరు. But the Rakshasas there in Lanka never saw any monkey before. రకమైనటువంటి జంతువు వచ్చిందని అందరూ బయలుదేరారు దాన్ని చూడటానికి. All Rakshasas, they wanted to see this funny monkey which they never saw before. అందులో రావణుని యొక్క కుమారుడైనటువంటి వాడు ఇంద్రజిత్తుడు పోయి నీవెవరు అని ప్రశ్నించాడు. Among them the Indrajit, the son of Ravana, asked, "Who are you?" కానీ హనుమంతుని యొక్క శక్తి సామర్థ్యం ఎవరికీ తెలియదు. No one knows the capacities of Hanuman. అయినప్పటికీ Yet తాను చెప్పాడు, he replied, దాసోహం కోసలేంద్రశ్చ. అయ్యా, నేను శ్రీరామచంద్రుడి దాసుడను అన్నాడు. He said, "Sir, I am the servant of Sri Ramachandra." ఈ దాసత్వంలో ఎంత గౌరవం ఏర్పడింది అతనికి. What respect he has. నేను రామచంద్రుడి దాసుడను అనుకుంటే మనకే గౌరవం, కానీ ఇంకొకరికి కాదు. If we say that we are servants of Ramachandra, naturally it carries respect. ఇంకొకరికి దాసులు కావచ్చును. You may be servant to someone else. దుష్టకర్మలకు, దురాలోచనలకు దాసుడు కావచ్చును. You may be servant to bad activity and bad thoughts. విషయ భోగములకు, విషయానందములకు దాసుడు కావచ్చును. For sensual pleasure and worldly విషయ pleasure, భోగములకు దాసుడు కావచ్చును. you may be a servant to pleasure. దాసుడు కావడంలో ఏం తప్పు ఉంది? But what is the mistake if you are the servant of God? ఈ విధమైనటువంటి యొక్క డిస్క్రిమినేషన్ మనం చేస్తూ రావాలి. We should exercise discrimination like this. నేను ఏం తప్పు చేస్తున్నాను? What mistake I am నేను committing? ఎందుకోసం భయపడాలి? Why should I be సమాజ సేవ afraid చేయడంలో of? తప్పేముంటున్నది? What is the mistake in ఈ విధంగా serving తనలో తాను village? ధైర్యాన్ని, సాహసాన్ని అభివృద్ధి పరచుకోవాలి. Therefore we should be courageous in serving. ఒకానొక సమయం లోపల At one time, ఈ సేవలు చేయకుండా కేవలం రామ్ 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 అని రామను చింతన చేస్తూ పోతే ప్రయోజనం లేదు. without serving anybody, if you go on repeating God's name, it's all useless. సీతాన్వేషణ లోపల హనుమంతుడు లంకను ప్రవేశించాడు. At the time when people were in search of Sita, Hanuman stepped into Lanka. కానీ కొన్ని సందర్భం లోపల విభీషణునికి హనుమంతునికి స్నేహం ఏర్పడింది. At one point of time, Vibhishana and Hanuman became friends. విభీషణుడు హనుమంతుని ముందు వచ్చి చాలా బాధపడ్డాడు. Vibhishana came in front of Hanuman and felt so Hanuman. sad. Hanuman, నీవు రామ సన్నిధిని చేరుకున్నావు, you are so near Rama. రామచింతన చేస్తున్నావు. You are thinking of నీ Rama. రోమరోమము రామనామంతోనే కూడి ఉంటుండాలి. Every hair in your body is నీవెంతటి full of Rama. అదృష్టవంతుడయ్యా. How lucky you are. నేను ఎన్నో సంవత్సరం నుంచి కూడా నువ్వు రామనామాన్ని స్మరిస్తున్నాను. In fact, I have been chanting Rama's name for కానీ several years. రామదర్శనం నాకు ప్రాప్తించలేదన్నాడు. But I could not have darshan of Rama till this day. హనుమంతుడు చెప్తున్నాడు బుద్ధి ఈ యొక్క విభీషణుకు, Hanuman started teaching him. విభీషణ, Vibhishana, రామ్ 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 అని టేప్ రికార్డు మధ్య చెప్తున్నావే కానీ రామ సేవలో ఏమైనా నీవు పాల్గొన్నావా? he said, Vibhishana, you went on chanting Rama's name like a tape recorder. Have you ever served Rama? 10 నెలలు అయిపోయింది సీతమ్మ వారు మీ యొక్క వెనకకొచ్చి. See, Sita has been here for the last 10 ఒక్క months. దూరైనా కొన్న ఆ సీతను చూచావా నీవు? Did you see her even? ఆ సీతను యొక్క బంధ విమోచన చేయడానికి ఏమైనా ప్రయత్నం చేశావా? Did you make an attempt to free her? ఇది రామకార్యం కాదా? Is it not Rama's activity? రామకార్యం చేయకుండా రామనామం చేస్తుంటే ఈ వ్యక్తి ఈ రామతత్వాన్ని పొందగలదు. Without working for Rama, without serving him, what is the fun of repeating his కనుక name? నామంతో పాటు సేవలు కూడా చాలా ఉండాలి. So along with the Lord's name, service is equally important. నామం నెగటివ్, The name is negative, సేవ పాజిటివ్. service is positive. ఈ నెగటివ్ పాజిటివ్ రెండు చేరినప్పుడే కరెంట్ యూస్ఫుల్ అవుతుంది. When once negative, positive are there, the current అదే flow. మన విల్ పవర్. This current is our willpower. സായിരാം ശില്പ ഭജന പാടിക്കോളൂ. സായിരാം. എന്നു വരുമെന്റെ രാമൻ
അവനീയേഴു ലോകത്തിൻ നാഥൻ എന്നു വീഡിയോ ഓഫ് ചെയ്തോളൂ. വീഡിയോ ഓഫ് ചെയ്തിട്ട് പാടി നോക്കൂ. ലോകത്തിൻ ബ്രേക്ക് ആവണം. നാഥൻ പുന്നശോകത്തിന്റെ താഴെ പൊന്നശോകത്തിന്റെ താഴെ സീത കാത്തിരിക്കുന്നല്ലോ ദൂരെ. പൊന്നശോകത്തിന്റെ താഴെ സീത കാത്തിരിക്കുന്നല്ലോ ദൂരെ. എന്നു ലോകത്തിനാഥൻ ത്രയംബകം വില്ലൊടിച്ച് സ്വയംവരം ചെയ്തവനല്ലേ. ത്രയംബകം വില്ലൊടിച്ച് സ്വയംവരം ചെയ്തവനല്ലേ. രാവണരാജന്റെ പോരിൽ ജയിച്ചെന്നെ കൊണ്ടുപോകാനായി വരില്ലേ. രാവണരാജന്റെ പോരിൽ ജയിച്ചെന്നെ കൊണ്ടുപോകാനായി വരില്ലേ. മൈഥിലി മാനസം വിങ്ങി ശ്രീരാമനെ ഓർത്തവൾ തേങ്ങി. മൈഥിലി മാനസം വിങ്ങി ശ്രീരാമനെ ഓർത്തവൾ തേങ്ങി. എന്നു വരും എന്റെ രാമൻ അവൻ ഏഴു ലോകത്തിൻ നാഥൻ. എന്നു വരും എന്റെ രാമൻ അവൻ ഏഴു ലോകത്തിൻ നാഥൻ. യാഗങ്ങൾ രക്ഷിച്ചതല്ലേ ഉഗ്രതാടകയെ കൊന്നതല്ലേ. യാഗങ്ങൾ രക്ഷിച്ചതല്ലേ ഉഗ്രതാടകയെ കൊന്നതല്ലേ. ലങ്കാപുരത്തിൽ വന്നെന്റെ മനസ്സിലെ ശങ്കകൾ മാറ്റുകയില്ലേ. ലങ്കാപുരത്തിൽ വന്നെന്റെ മനസ്സിലെ ശങ്കകൾ മാറ്റുകയില്ലേ. ജാനകി നേറി പിടഞ്ഞേ നീലക്കണ്ണുകൾ രണ്ടും നിറഞ്ഞേ. ജാനകി നേറി പിടഞ്ഞേ നീലക്കണ്ണുകൾ രണ്ടും നിറഞ്ഞേ. എന്നു വരും എന്റെ രാമൻ അവൻ ഏഴു ലോകത്തിൻ നാഥൻ. എന്നു വരും എന്റെ രാമൻ അവൻ ഏഴു ലോകത്തിൻ നാഥൻ. നൈസ് നൈസ്. കൊള്ളാം. ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം നമുക്ക് തത്വത്തിലേക്ക് പോവാം. രാമന് നിഴലായി സീതയും. അഭിഷേകത്തിന് മുന്നോടിയായി അനശനവ്രതം, അതായത് ഉപവാസം, ഭക്ഷണം കഴിക്കാതെ, വെള്ളവും ഭക്ഷണവും കഴിക്കില്ല. നിർനിദ്രാവ്രതം, അതായത് താഴെ കിടന്നിട്ട് വേണം ഉറങ്ങാൻ. അങ്ങനെ ഉള്ള വ്രതത്തിനാണ് നിർനിദ്രാവ്രതം എന്ന് പറയുന്നത്. കണ്ടമാനം ഉറങ്ങാൻ പാടില്ല. അങ്ങനെ അവര് എടുത്തിട്ടിരുന്നു. അത് വസിഷ്ഠ മഹർഷിയുടെ ഉപദേശത്തോടു കൂടിയാണ് അത് ചെയ്തത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു മംഗളകർമ്മം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഉപവസിക്കുകയും അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശുദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉപവാസവും നിർനിദ്രാവ്രതവും എടുക്കുന്നത്. അതായത് നമ്മൾ ശിവരാത്രിക്കൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഉപവാസവും എടുത്ത് നമ്മൾ നിദ്രാവിഹീനരായിട്ട് കഴിയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശുദ്ധി ഉണ്ടാകാനാണ്. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം സുമന്ത്രരുടെ കൂടെ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോയ രാമൻ അകമ്പടിയൊന്നുമില്ലാതെ വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. സീതയോട് തനിക്ക് 14 വർഷം വനവാസത്തിന് പോകേണ്ടതുണ്ടെന്നും സീത അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ച് അയോധ്യയിൽ കഴിയണമെന്നും ശ്രീരാമൻ സാവകാശത്തിൽ പറഞ്ഞു മനസ്സിലാക്കുന്നു. രാജർഷിയായ ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതയ്ക്ക് സ്ത്രീധർമ്മം എന്താണെന്ന് നന്നായിട്ടറിയാം. ഭർതൃശുശ്രൂഷയാണ് ഭാര്യയുടെ ധർമ്മമെന്നും അതിനാൽ താനും രാമനൊപ്പം വരുന്നുവെന്നും സീത അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. രാവണവധത്തിന് കാരണമാകുന്നതാണ് സീതയുടെ ജനന കാരണം. അത് ശ്രീരാമനും സീതയ്ക്കും നന്നായി അറിയാം. അവരുടെ ഓരോ പ്രവൃത്തികളിലും തങ്ങളുടെ അവതാര രഹസ്യം അവർക്ക് അറിയാമെന്ന് നാം കാണുന്നു. അവർ തമ്മിൽ നല്ല ധാരണയാണ്. നല്ല ധാരണയോടുകൂടിയാണ് എല്ലാ പ്രവൃത്തികളും അവർ ചെയ്യുന്നത്. തൻ്റെ രാമൻ രാജാവായാലും അല്ലെങ്കിലും തനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെ ആയിരിക്കുമെന്ന് സീത പറയിൽ നിന്നും ഭർത്താവിൻ്റെ പദവിയോ പണമോ അല്ല പ്രധാനമെന്നും കുലസ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ തന്നെയാണ് പ്രധാനമെന്നും നാം മനസ്സിലാക്കുന്നു.
ശക്തിയുടെയും ഭാഗ്യത്തിന്റെയും ഉറവിടം എന്നും ഭർത്താക്കന്മാരാണ് കുലസ്ത്രീകൾക്ക്. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളാണ് രാമായണം നൽകുന്ന സന്ദേശം. കുടുംബ ബന്ധങ്ങളിൽ പാലിക്കേണ്ടതായ ധർമ്മങ്ങൾ എന്താണെന്ന് സനാതനധർമ്മത്തിലെ ഗ്രന്ഥങ്ങളിൽ നന്നായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിക്കാതെ പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കുന്നത് തന്നെയാണ് ഇന്ന് ഭാരതത്തിലെ സ്ത്രീപുരുഷന്മാരുടെയും കുടുംബം, സമൂഹം എന്നിവയുടെയും ദുർഗതിക്ക് കാരണം. പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ വ്യക്തിക്കും സമൂഹത്തിനും തദ്വാര രാജ്യത്തിനും ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ എന്ന പാഠമാണ് രാമായണത്തിലെ ഓരോ അധ്യായവും നൽകുന്ന സന്ദേശം. രാമന്റെ ഒപ്പം വസിക്കുന്നതിനു വേണ്ടി സീത തന്റെ ലൗകികമായ സുഖഭോഗങ്ങളും വസ്തുക്കളും അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ത്യജിക്കുന്നത്. ഇതിൽ നിന്നും ശ്രീരാമന്റെ ഒപ്പം കഴിയുന്നതിനു വേണ്ടി തന്റെ സർവസ്വവും ത്യജിക്കുവാൻ തയ്യാറാകുന്ന രാജകുമാരിയായ സീതയാണ് നാം കാണുന്നത്. ഇതില് ഞാൻ ചോദിക്കട്ടെ, സീതയുടെ 3 പേരുകൾ പറയാമോ? അതിന്റെ അർത്ഥവും പറയണം. വേറെ 3 പേരുകൾ. സീത എന്ന് വെച്ചാൽ സിതത്തിൽ നിന്ന് വന്നത്, അതുകൊണ്ട് സീത. ബാക്കി 3 പേരുകൾ. ജാനകി, ജനകമകന്റെ പുത്രി. ആ മകൾ വൈദേഹി, ആ വൈദേഹി, എന്തുകൊണ്ടാണ്? വിദേഹ രാജ്യത്തിലെ രാജകുമാരി. ആ, വിദേഹ രാജ്യത്തിലെ രാജകുമാരി ആയതുകൊണ്ടാണ് വൈദേഹി എന്ന പേര് വന്നത്. വൈദേഹി. ഒരു പേരും കൂടെ പറയും. മൈഥിലിന്നില്ലേ? മയിൽപേട പോലെ, മയിൽപേട പോലെ എന്ന് മൈഥിലി, മൈഥിലി, ആ, മൈഥിലി. മൈഥിലി. മൈഥിലി എന്ന് വെച്ചാൽ എന്താണ്? മൈഥിലി. വിദേഹ രാജ്യത്തിന് വേറൊരു പേരുള്ളത് മിഥില എന്നാണ്. രാജകുമാരി. മിഥില രാജ്യത്തിലെ മിഥില രാജകുമാരി ആയതുകൊണ്ടാണ്. അപ്പൊ രാമനെ അനുഗമിക്കുക എന്നതാണ് സീത പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഭാര്യാധർമ്മം. ഭാര്യാധർമ്മം. ഭർത്താവിന്റെ ഭാഗധേയം എന്തായാലും, സുഖമായാലും ദുഃഖമായാലും അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഭാര്യയുടെ ധർമ്മം. അങ്ങനെയുള്ള ഭാര്യാധർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാരതത്തിൽ ഭാര്യയ്ക്കൊരു പേര് കൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ധർമ്മപത്നിയ. ആ, കറക്റ്റ്, ധർമ്മപത്നി. വേറൊരു പേരെന്താണ്? പതിവ്രത. ഗൃഹലക്ഷ്മി. ഗൃഹലക്ഷ്മി. എന്തുകൊണ്ടാണ്? ഒരു ഭാര്യയാണ് ഗൃഹത്തിന്റെ ലക്ഷ്മിയായിട്ട് തീരുന്നത്. ഗൃഹലക്ഷ്മിയായ ഭാര്യ ഉണ്ടെങ്കിൽ കുടുംബം നന്നായി വരും എന്നാണ് നമുക്ക് തന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട 2 പദവികൾ. സനാതനധർമ്മം. വനവാസം തനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണെന്ന് സീത പറഞ്ഞത് എന്തുകൊണ്ട്? കുഞ്ഞായിരിക്കുമ്പോ തന്നെ മഹർഷി പറഞ്ഞു. മാഷല്ല, ഒരു സന്യാസിനി ഒരിക്കൽ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വന്നപ്പോ സീത കുട്ടിയാണ്, 5 വയസ്സേ ഉള്ളൂ. അപ്പോ സീത നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ഭർത്താവിന്റെ കൂടെ കാട്ടിൽ കഴിയാനുള്ള യോഗമുണ്ടെന്ന് ഒരു പ്രവചിച്ചിരുന്നു, പ്രവചനം. അതാണ് സീത ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നത്. ഒരു കുലസ്ത്രീയുടെ ശക്തിയും ആനന്ദവും അഭയവും ആരാണ്? ഭർത്താവാണ്. രാമൻ കാട്ടിൽ പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സീത വിശ്വസിക്കാത്തത് എന്തുകൊണ്ട്? അഭിഷേകം പറഞ്ഞിരുന്നല്ലേ തലേ ദിവസം? അതോ അതല്ല, ദശരഥ മഹാരാജാവിന് രാമനെ പിരിഞ്ഞിരിക്കാനേ പറ്റില്ല. അങ്ങനെയുള്ള ദശരഥ മഹാരാജാവ് 14 വർഷത്തേക്ക് രാമനെ കാട്ടിലയക്കുന്നു എന്ന വസ്തുത സീതയ്ക്ക് വിശ്വസനീയമായില്ല. അപ്പൊ എന്താണ് രാമൻ കാരണം പറഞ്ഞത്? കൈകേയിയുടെ വരങ്ങളെ പറ്റി പറയുന്നു. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പ്രാണൻ പോകുമെന്ന് അച്ഛൻ അറിയാം. എന്നാൽ പോലും അത് സമ്മതിക്കുന്നതിനുള്ള കാരണം സത്യനിഷ്ഠ. അത്രയധികം സത്യനിഷ്ഠനും ധർമ്മനിഷ്ഠനുമായിരുന്നു ദശരഥ മഹാരാജാവ്. താൻ കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അതുകൊണ്ടാണ്
പ്രാണപ്രിയനായ രാമനെ പിരിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. ദശരഥൻ അറിയാം. എന്നാലും അത് സ്വീകരിക്കുകയാണ്. മനസ്സിലായില്ലേ? മാത്രമല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ സ്വീകരിക്കാൻ കാരണം? അത് മഹർഷിന്റെ മകന് മക്കളെ കാണാണ്ട് പറ്റുന്നില്ലേ മഹർഷി? അല്ല, ആരുണി ദുഃഖം കൊണ്ട് അല്ല, മറ്റേ ശബ്ദഭേദി എന്ന അമ്പയച്ച് ആനയാണെന്ന് വിചാരിച്ച ശ്രവണകുമാരനല്ലേ മരിക്കുന്നത്? അതെ അതെ അതെ. അപ്പോ അവര് വൈശ്യ ദമ്പതികളായിരുന്നു. അതുകൊണ്ട് അവര് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബ്രാഹ്മണ ശാപമല്ല, പക്ഷെ മനസ്സുരുകിയ വൈശ്യ ദമ്പതികൾ, അച്ഛനമ്മമാർ മനസ്സുരുകിയ അച്ഛനമ്മമാർ ശപിച്ചാൽ മതി, അത് ഏത് ജാതിയാണെങ്കിലും ആ ശാപം നമുക്ക് ഭരിക്കും. അപ്പൊ ഞങ്ങളെ പോലെ പുത്രദുഃഖം അനുഭവിച്ച് മരിക്കട്ടെ എന്ന വാക്ക് ദശരഥ മഹാരാജാവിന് ഓർമ്മ വന്നു. അതുകൊണ്ട് ഇത് തന്റെ വിധിയാണ്, തന്റെ കർമ്മഫലമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുപോലെ രാവണൻ അവന് സന്താനം ഉണ്ടാകല്ല എന്ന് പ്രാർത്ഥിച്ചിരുന്നല്ലോ. അപ്പോ ഈ വൈശ്യൻ പറഞ്ഞ ശാപം അദ്ദേഹത്തിന് സന്തോഷകരമായി. എന്തുകൊണ്ട്? അതെ, കാരണം പുത്രശോകം കൊണ്ട് മരിക്കണമെങ്കിൽ പുത്രൻ ഉണ്ടാവണം. അപ്പൊ പിന്നെ സന്താനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥ മാറും, പുത്രൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതുണ്ടായത്. സീത പിന്നെ കാട്ടിലേക്ക് പോവാനായിട്ട് തയ്യാറെടുക്കുമല്ലോ. എന്തൊക്കെയാണ് ചെയ്തത് സീത? പക്ഷികളെല്ലാം തുറന്നു ആഭരണങ്ങളെല്ലാം ഒഴിവാക്കി കാവ്യവസ്ത്രം അതെ. ഗോക്കളെ ഇപ്പൊ ഭഗവാന്റെ പ്രഭാഷണം കേട്ടുവല്ലോ. ശ്രദ്ധിച്ചോന്ന് അറിയാനായിട്ട് ചോദിക്കാൻ പോവാണ്. വിഭീഷണനോട് ഹനുമാൻ എന്താണ് പറഞ്ഞത്? രാമന്റെ സേവ ചെയ്യും. കറക്റ്റ്. അതായത് നാമം ജപിച്ചത് കൊണ്ട് മാത്രം, അതായത് നമ്മുടെ നാവിൽ രാമനാമവും കയ്യിൽ രാമസേവയും ഉണ്ടാകണം. അത് തന്നെയാണ് സ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത് സേവനത്തിലൂടെ. സായിരാം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. സായിരാം പറയുന്ന മാനവ സേവകളിൽ ഏർപ്പെടണം. അതിന് പുട്ടപ്പർത്തി തന്നെ പൊക്കോളണമെന്നില്ല കേട്ടോ. അത് സ്വാമി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പുട്ടപ്പർത്തി തന്നെ വന്ന് സേവനം ചെയ്യണമെന്ന് സ്വാമി പറഞ്ഞിട്ടില്ല. എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ നമ്മളാലാകുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അതായത് നമ്മുടെ സഹജീവികൾക്ക് സഹായം നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ അല്പമെങ്കിലും ദിവസേന എന്തെങ്കിലുമൊക്കെ സേവനം ആർക്കെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അത് സേവനം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവ ചെയ്യുക. ഒന്നുമില്ല, പുഞ്ചിരി ആയാല് അതെങ്കിലും. അതായത് നമ്മൾ ശാരീരികമായിട്ടുള്ള പ്രവർത്തികൾ തന്നെ ചെയ്യണമെന്നില്ല. ഒരു കുട്ടിയെ പിടിച്ചിരുത്തി അതിനറിഞ്ഞൂടാത്തത് പറഞ്ഞു കൊടുക്കുന്നത് സേവയാണ്. ഒരു അന്ധനായ കുട്ടിക്ക് വേണ്ടി പഠിക്കാൻ വായിച്ചു കൊടുക്കുന്നത് സേവയാണ്. അത് അന്ധനായ മനുഷ്യനെ നമ്മള് അപ്പുറം കടത്തിവിടുന്നത്, റോഡിന്റെ അപ്പുറം കടത്തിവിടുന്നത് സേവയാണ്. നമ്മളുടെ ചുറ്റും നമ്മുടെ അയൽവക്കത്ത് ഒരമ്മ വെയിറ്റുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ 3-4 ബാഗുമായിട്ട് തൂക്കി വരുന്നത് കാണുമ്പോൾ നമ്മൾ ആ വഴി പോവുകയാണെങ്കിൽ ഒരു 2 ബാഗെങ്കിലും പിടിച്ചു കൊടുക്കുക, സഹായിക്കുക, സഹായമാണത്. ഏത് ചെറിയ കാര്യവും നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊന്ന് പോകാതെ നമ്മുടെ ചുറ്റും ഒന്ന് വീക്ഷിക്കുക, കഴിയുന്ന സഹായം ആർക്കും ചെയ്തു കൊടുക്കുക. അതാ ഒന്ന്. രണ്ടാമത്, നമ്മൾ ഒരേ സ്ഥലത്ത് താമസിക്കുന്നവർ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും, പരസ്പരം കണ്ടാൽ പോലും ചിരിക്കില്ല, ദിവസവും കാണുന്നവരായിരിക്കും, എന്നാൽ പോലും ഒരു അഭിവാദനം ചെയ്യുകയോ ചിരിക്കുകയോ ചെയ്യാതെ പോകുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതൊരു എന്താണത്? നമ്മളതൊരു നിന്ദയാണ്, ഈശ്വര നിന്ദയാണ് നമ്മൾ കാണിക്കുന്നത്. ശ്രീരാമൻ എങ്ങനെയായിരുന്നു എന്നറിയാമോ? ആരും ഇങ്ങോട്ട് നോക്കി ചിരിക്കാനോ തൊഴാനോ കാത്തു നിന്നിരുന്നില്ല ശ്രീരാമൻ. എപ്പോഴും മന്ദഹാസവദനായിട്ട് അങ്ങോട്ട് ആണ് ശ്രീരാമൻ
എപ്പോഴും അഭിവാദനം ചെയ്യുക. അപ്പൊ ആർക്കും തന്നെ നമ്മളെ സമീപിക്കാൻ ഒരു ഭയം ഉണ്ടാവില്ല, അല്ലേ? അപ്പൊ അതാണ് സ്വാമി പറഞ്ഞ പുഞ്ചിരിക്കുക. എപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴും ഇളിച്ചോണ്ട് നടക്കാനല്ല കേട്ടോ അതിന്റെ അർത്ഥം. അതായത് നമ്മളുടെ കൂടെ ജീവിക്കുന്ന അറിയുന്ന ആൾക്കാരെ എല്ലാം കാണുമ്പം ഒന്ന് മന്ദഹസിക്കുകയെങ്കിലും ചെയ്യുക, ഒന്ന് പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യുക, അവരെ റെക്കഗ്നൈസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം. അത് ചെയ്യുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മളത് ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ടീച്ചർ നമ്മുടെ കൂടെ കയറുകയാണെങ്കിൽ, നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ ടീച്ചറിന് വേണ്ടി സ്ഥലം കൊടുക്കുക. നമ്മൾക്കെതിരെ ഒരു ടീച്ചർ വന്നാൽ, കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മുടെ നേരെ നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് വരുമ്പം അവരെ അഭിവാദനം ചെയ്യുക. അവരെ ഒളിച്ചു പോവുകയല്ല വേണ്ടത്, അവരെ ചെന്ന് കണ്ട് അഭിവാദനം ചെയ്യണം, നമസ്കരിക്കണം, തൊഴണം. അതാണ് നമ്മുടെ മര്യാദ. അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധ വയ്ക്കുമ്പോൾ നമ്മളുടെ തന്നെ മനസ്സിനാണ് വലിയ സന്തോഷം ഉണ്ടാവുക. അതാണ് സ്വാമി സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ 24 മണിക്കൂറും ശരീര സേവനം തന്നെ ചെയ്യണമെന്നല്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്ക് വേണ്ട തയ്യാറാക്കുക, ഭർത്താവിനും നമ്മുടെ അച്ഛനമ്മമാർക്കും അല്ലെങ്കിൽ അമ്മായി അച്ഛനും അമ്മായി അമ്മയ്ക്കും, ഇതെല്ലാം നമ്മൾ സന്തോഷത്തോടുകൂടി ചെയ്യുമ്പം അതൊക്കെ സേവനം തന്നെയാണ്. എല്ലാ സേവനത്തിന്റെ സ്വാമി പറയുന്നത്, ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് നിങ്ങൾ മറ്റൊരാളുടെ കണ്ണീര് തുടയ്ക്കുക, മറ്റൊരാളുടെ മനസ്സിന് സന്തോഷം ചെയ്യുന്ന എന്ത് ചെയ്താലും, ഇത് ഭഗവാന്റെ വാക്ക് ഞാൻ ഉദ്ധരിക്കുകയാണേ, നിങ്ങൾ എന്ത് ചെയ്താലും അത് സായി സേവയായിട്ട് സ്വീകരിക്കപ്പെടും, അത് സായി സേവയായിട്ട് കരുതപ്പെടും എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. സായിരാം. സമസ്ത ലോക പറഞ്ഞോളൂ ശില്പ. സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി സായിരാം സായിരാം. ശാന്തി ശാന്തി.